സൺഡേ സമയൽ പാക്കലാമ അപ്പൊ വരൂ. ഇന്ന് ഞായറാഴ്ച ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടാൻ ഉപ്പേരി എല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. തക്കാളി കടഞ്ഞത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്ത ഡാങ്കർ പച്ചടി, പർവൽ ഫ്രൈ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഡാങ്കർ പച്ചടി ഇത് പഴയ കാലത്തെ ഒരു പച്ചടിയാണ്. ട്രഡീഷണൽ ഒരു ബ്രാഹ്മിൻ ഡിഷാണ്. ഉണ്ടാക്കുന്നത് ഉഴുന്നുകൊണ്ടാണ്. വെറും ഒരു പാന് വയ്ക്കുക, എണ്ണയൊന്നും ഒഴിക്കേണ്ട. അതിലേക്ക് ഒരു പിടി ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു നേരത്തേക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഒരു പിടി ഉഴുന്ന്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഉഴുന്നെടുത്തിട്ട് ഉണ്ടാക്കിക്കോളൂ. ഈ ഉഴുന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ബ്രൗൺ ആവണം. കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിൽ വലിയൊരു മെനക്കെട്ട പണി എന്ന് നോക്കുകയാണെങ്കിൽ. കൈ വിടാതെ ഇളക്കിയിട്ട് ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരേക്കും ഒന്ന് വറുത്തിട്ട് നമുക്കൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൗഡിയാക്കി വെക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എപ്പോഴും ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടി സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തൈരൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. അധികം പുളിയൊന്നും വേണ്ട തൈരിന്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉഴുന്നിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഉഴുന്ന് പൊടിയും നല്ല പോലെ വിസ്ക് എടുത്തിട്ട് ഈ തൈരിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് യോജിപ്പിക്കുക. ബിക്കോസ് ആ ഉഴുന്ന് ഒന്ന് ആ ഒരു തൈരിന് തന്നെ കട്ടി കൂടും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് അതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് വിസ്ക് ചെയ്ത് സ്മൂത്ത് പേസ്റ്റ് ആക്കുന്നവരേക്കും ഒന്ന് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടി കൂടിയ പോലെ തോന്നിക്കുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ക്രീം പേസ്റ്റ് ആക്കിയിട്ട് അവിടെ വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഇനി നമുക്കിത് വറുത്തിടണം. പച്ചടി ഒന്ന് വറുത്തിടണം. അതിന് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. കമ്പൽസറി ആയിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അപ്പോഴേ ടേസ്റ്റ് നന്നായിരിക്കുള്ളൂ. ഇതിലേക്ക് കടുക്, നല്ല ജീരകം, വറ്റൽമുളക്, കറിവേപ്പില ആൻഡ് മല്ലിയില ഇതാണ് നമ്മൾ വറുത്തിട്ട് കൊടുക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പച്ചടി ആയിരിക്കും നിങ്ങൾ കഴിക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് ഡാങ്കർ എന്ന് പേര് വന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വല്ലവർക്കും അറിയണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടൂ. പക്ഷെ ഡാങ്കർ പച്ചടി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് താളിപ്പ് നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള സൂപ്പർ മണത്തോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡാങ്കർ പച്ചടി എന്നറിയപ്പെടുന്ന ഒരു പഴയ കാലത്തെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് ഡാങ്കർ പച്ചടി. ഈ സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പുളി ബേസ് ആയിട്ടുള്ള ഒരു കൂട്ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വരൂ, നമുക്ക് കണ്ണേട്ടനിൽ ടേസ്റ്റ് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോളൂ. ഡാങ്കർ പച്ചടി ഇതിൻ്റെ കൂടെ വേറെ കറി വേണം, എന്നാലേ അത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. കയ്യിൽ കഴിച്ച് നോക്കുക. തണുപ്പാണ്. എന്തിനാ ഊതി? പച്ചടിയല്ലേ. ഒന്നാമത് എനിക്ക് ഈ തൈരിന്റെ കൂടെ വെറുതെ തൈരിലേക്ക് ഇതിട്ടാലും ഇഷ്ടമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഡാങ്കർ പച്ചടി. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കൂട്ടാൻ അങ്ങനെയല്ല, ഇത് പച്ചടിയാണ്, സൈഡ് ഡിഷാണ്. കൊറേ ഉണ്ടാക്കി കഴിക്കില്ല. സൈഡ് ഡിഷാണ് ഇത്. ചോറിന്റെ കൂടെ കുറേ ഒന്നും ഉണ്ടാക്കി കഴിക്കില്ല. ഇങ്ങനെ കുറച്ച് വിളമ്പുക. ഡാങ്കർ പച്ചടിയുടെ കൂടെ എന്ത് പുളി കൂട്ടാനും നന്നായിരിക്കും. പുളി വേണ്ടെന്ന് അതാ ഞാൻ പറയുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ ഇത് കഞ്ഞിയിൽ ഒഴിക്കുക, കുടിക്കുക. പണ്ടത്തെ ആൾക്കാരുടെ ഓരോ കണ്ടുപിടുത്തേ. പക്ഷെ അതിന് ഡാങ്കർ എന്നൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഡാങ്കർ പച്ചടി എന്ന പേര്. കണ്ടാ തന്നെ എനിക്ക് വയ്യ. ഞാനൊരു ബൗളിലാക്കി തരട്ടെ? എന്താ വെച്ചാ എന്താണ് പറയാ, നമ്മുടെ പഴയ പച്ചടിയിൽ വരണതാണിത് ഡാങ്കർ പച്ചടി. ഞാനൊരു കാര്യം ചെയ്യാം, ഏട്ടയ്ക്ക് ബൗളിൽ തരാം. നൈസ് അല്ലേ? നല്ല ഇങ്ങനെ ഉഴുന്നിൻ്റെ ആ മണവും ഒക്കെ കൂടിയായിട്ട്. വറ്റൽമുളക്, ജീരകം, ആൾക്കാരുടെ ഓരോ കണ്ടുപിടുത്തം. ശരി, ഇനി ബാക്കിയുള്ളത് നോക്കാം. ഡാങ്കർ പച്ചടി തന്നെ ഉള്ളൂ. കണ്ണേട്ടനൊരു കാര്യം ചെയ്യൂ. കണ്ണേട്ടൻ്റെ പറളി ഗ്രാമത്തിലത്തെ ഫ്രണ്ട്സ് ഇല്ലേ, அவங்க கிட்ட പോയി കേളുങ്കോ.
ഡാങ്കർ പച്ചടിയും വത്തക്കുളമ്പും എപ്പിടി ഇരിക്കും? വത്തക്കുളമ്പ് ഞാൻ കേട്ടു, പക്ഷെ ഡാങ്കർ ഞാൻ കേട്ടു. ഡാങ്കർ പച്ചടിയും വത്തക്കുളമ്പും എപ്പിടി ഇരിക്കും കോമ്പിനേഷൻ കേട്ട് പാருங்க. സൂപ്പറാ இருக்கும். சரி, ഞാൻ ബാക്കിയുള്ളത് നോക്കട്ടെ. സൺഡേ സமையல் பார்க்கலாமா? അപ്പൊ വരൂ, ഇന്ന് ഞായറാഴ്ച ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടാൻ ഉപ്പേരി എല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. തക്കാളി കടഞ്ഞത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്ത ഡാങ്കർ പച്ചടി, പർവൽ ഫ്രൈ. അപ്പൊ നമുക്ക് തുടങ്ങാം. വിളമ്പാൻ ചോറ് എടുത്തിട്ടുണ്ട്, ഉപ്പേരി സൈഡിൽ, ഡാങ്കർ പച്ചടി സൈഡിൽ, പർവൽ ഫ്രൈ സൈഡിൽ, കൂട്ടാൻ, ആൻഡ് കുറച്ച് ഫ്രൈസ്. കഴിച്ചാലോ? വാങ്ങോ. അപ്പൊ വരൂ, നമുക്ക് കഴിക്കാം. ഡാങ്കർ പച്ചടി. ഓക്കെ, സൈഡിൽ നിന്ന് എടുത്തിട്ട് കഴിക്കാം. മസ്റ്റ് ട്രൈ. ഒരു പ്രാവശ്യം നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉഴുന്ന് പൊടിച്ചു വെച്ചാ അങ്ങനെ മിക്സ് ചെയ്യുക, താളിക്കുക. ബാങ് ആണ്, ബാങ്. എന്താ ഉഴുന്നിന്റെ മണം! കിട്ടിൽസ്. Each bite is wonderful. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye. Winnie's Kitchen.